കല്യാണം കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് ഓക്കെ ആയിക്കോളും. ദയവേത് ഇതൊന്നും അവരൊന്നും അറിയാതെ ഈ വിവാഹം നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. ദുശീലങ്ങളൊക്കെ എല്ലായിടത്തും പലർക്കും നമ്മൾ കാണാറില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് എത്ര ആളുകൾ നന്നായിട്ടുണ്ട്. ആ രീതിയിൽ ഇതൊന്നും നന്നായിക്കോളും, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മക്കളെ നന്നാക്കാൻ വേണ്ടി നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുന്നവരാണോ? അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങളെ ബന്ധുക്കളെയോ സഹോദരന്മാരെയോ ഒക്കെ നിങ്ങൾ സഹോദരിമാരെയൊക്കെ കല്യാണം കഴിച്ചു വിടാറുണ്ടോ? തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയൊരു തെറ്റാണ്. ഇത്രയും കാലം ഇത്രയും കമ്മിറ്റ്മെൻറ്റുള്ള നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റാത്ത നിങ്ങളുടെ മക്കളെ എങ്ങനെയാണ് പെട്ടെന്ന് കയറി വന്ന ഒരു വ്യക്തിക്ക് നന്നാക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ ഒരാളുടെ ജീവിതമാണ് ഇതിലൂടെ നശിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഒരു മകനും മകളും ഉണ്ട്, എന്നിട്ട് ഇത്തരം രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള ഒരു പയ്യനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടോ നിങ്ങൾ വിവാഹം ചെയ്യിക്കും? തീർച്ചയായിട്ടും നമ്മൾ ചെയ്യില്ല. ശരിയാണ്, എല്ലാ രക്ഷിതാക്കളും അവരുടെ മക്കളുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അവരെ നല്ലൊരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകുക. അതല്ലെങ്കിൽ ഒരു കൗൺസിലറെയോ സൈക്കോളജിസ്റ്റെയോ കാണിച്ച് അവരുടെ പ്രശ്നത്തെ സോൾവ് ചെയ്തതിന് ശേഷം നിങ്ങൾ അവർക്ക് നല്ലൊരു ഇണയെ കണ്ടെത്തി കൊടുക്കൂ. അതല്ലാതെ അവരെ നന്നാക്കാൻ വേണ്ടി ഒരു ഇണയെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഈ രീതിയിൽ ചിന്തിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം എത്രയോ ജീവിതങ്ങൾ നശിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഇതുപോലെ ബന്ധങ്ങൾ വേർപിരിയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഒരു നന്നാക്കാൻ വേണ്ടി വിവാഹം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും മറിച്ച് ചിന്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.